നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ മാസവും നാണയങ്ങളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. മാറി മാറി പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലബിലെ മെമ്പർമാർ പഴയതും പുതിയതുമായ നാണയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എല്ലാ മാസം നടത്തുന്നുണ്ട്. ഈ മാസം എൻ്റെ ഊഴമാണ്. ഞാൻ കുറച്ച് UAE നാണയങ്ങളെ പറ്റിയിട്ട് ഇന്ന് കുറച്ച് ദിവസം മുമ്പ് തന്നെ സേതു വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, കുറച്ച് തിരക്കുള്ള സമയമാണ്, അടുത്ത പ്രാവശ്യം ചെയ്യാറുണ്ട്. അത് വളരെയധികം നിർബന്ധിച്ചു എന്നോട്. അപ്പോൾ പിന്നെ ഞാൻ നോന്ന് പറഞ്ഞില്ല. പിന്നെ UAE പിന്നെ എപ്പോഴും നമുക്ക് എല്ലാവർക്കും പരിചിതമായ നാണയങ്ങളായതുകൊണ്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ UAE കോയിൻസ് ഞാൻ വിചാരിക്കുന്ന എല്ലാം കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം വരുന്ന നാണയങ്ങളിലൊന്ന് വിദേശ രാജ്യങ്ങളിലത്തെ നാണയങ്ങളിലൊന്ന് UAE-യിലത്തെ ആയിരിക്കും. കാരണം അത്രയും അധികം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് UAE-യിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇഷ്ടംപോലെ നാണയങ്ങൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. UAE ദർഹം, അതിൻ്റെ 50 ഫിൽസ്, ആ നാണയങ്ങളൊക്കെ കാണാത്തവർ ആരും ഉണ്ടാവില്ല. കാരണം മറ്റേ ഇന്ത്യൻ നാണയങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകൾക്കും ഈ നാണയങ്ങൾ വളരെ സുപരിചിതമാണ്. അപ്പോൾ ഞാൻ UAE നമുക്ക് ഇത്രയും പരിചിതമാണ്. അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുകൊണ്ട് നാണയങ്ങളിലേക്ക് വരാം. 7 എമിറേറ്റ്സ് കൂടിയിട്ടാണ് UAE ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അബുദാബി അത് അവരുടെ ക്യാപിറ്റലാണ്. പിന്നെ വളരെ ഫേമസ് ആയിട്ട് ദുബായ്, എല്ലാം നമുക്ക് വളരെയധികം പേര് കേട്ട ഒരു വ്യവസായ സ്ഥലമാണ് ദുബായ്. അതുപോലെ ഷാർജ നമുക്ക് വളരെയധികം പരിചിതമായ പേരാണ്. കാരണം ഷാർജ ഷെയ്ക്ക് എന്നൊക്കെ നമ്മളിവിടെ കുടിക്കുന്നൊരു ഉൽപ്പന്നമാണ്. അത് താല്പര്യമുള്ള അതുകൊണ്ട് ഷാർജയെ പറ്റി നിങ്ങൾക്ക് എല്ലാവരും അറിയാം. പോയിട്ടില്ലെങ്കിലും ഇവിടെ പോയിട്ടുള്ള ആളുകളുണ്ട്. ചെറിയ ചേട്ടൻ അവിടെ ഒരുപാട് വർഷം അവിടെ വർക്ക് ചെയ്ത ഒരാളാണ്. പിന്നെ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എനിക്കറിയില്ല. ഞാൻ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള സമയത്ത് ഇഷ്ടംപോലെ നാണയങ്ങൾ കിട്ടാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കൊമമറേറ്റീവ് കോയിൻസുകൾ. അവിടെ ഈ സർക്കുലേറ്റിംഗ് കോയിൻസുകൾ കൂടാതെ കൊമമറേറ്റീവ് കോയിൻസ് അവർ ഇറക്കുന്നുണ്ട്. 50 ദർഹത്തിൻ്റെ, 100 ദർഹത്തിൻ്റെ, 1000 ദർഹത്തിൻ്റെ കോയിൻസുകളൊക്കെ ഇറക്കുന്നുണ്ട്. 1000-ൻ്റെയൊക്കെ ഗോൾഡാണ്, 50, 100 ദർഹമൊക്കെ സിൽവർ കോയിൻസാണ് അവർ ഇറക്കുന്നത്. കൊമമറേറ്റീവ് കോയിൻസുകൾ പക്ഷേ വളരെ ക്വാണ്ടിറ്റി കുറവേ അടിക്കാറുള്ളൂ. അവർ പൊതുവെ സർക്കുലേറ്റിംഗ് കോയിൻസും വലിയ ക്വാണ്ടിറ്റിയിലൊന്നും അടിക്കാറില്ല. കാരണം അത്ര വലിയ ജനസംഖ്യയുള്ള രാജ്യമല്ല. അവിടുത്തെ ജനസംഖ്യകൾക്കും കൂടുതൽ ആളുകൾ അവിടെ നിന്ന് പുറത്തുനിന്ന് വന്ന ആളുകളാണ്. UAE-യിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200-ൽ പരം രാജ്യങ്ങളിലെ ആളുകൾ വന്ന് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ ജോലി ചെയ്യുകയും ബിസിനസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് UAE. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള പല രാജ്യങ്ങളിലെയും നാണയങ്ങൾ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലം ദുബായ് തന്നെയാണ്. ഞാൻ അവിടെയുള്ള സമയത്ത് എനിക്ക് ഇഷ്ടംപോലെ നാണയങ്ങൾ അവിടെ കിട്ടാറുണ്ടായിരുന്നു. ദുബായിലത്തെ അബ്രയൊക്കെ നാണയങ്ങൾ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദുബായ്, അതുപോലെ തന്നെ അജ്മാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ. അത് അവിടുത്തെ ഒരു എമിറേറ്റ് ആണ്. റാസൽ ഖൈമ, ഉമുൽ ഖൈം, ഫുജേറ, ഇതാണ് അവിടുത്തെ എമിറേറ്റ്സുകൾ. ഈ രാജ്യങ്ങൾ ഒക്കെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ ഇന്ത്യൻ നാണയങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ നാണയങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം നമ്മുടെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിനു ശേഷം അവർ കുറേ കാലം നമ്മുടെ നാണയങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അവർക്ക് വേണ്ടി നമ്മളൊരു പ്രത്യേക കറൻസി തന്നെ ഇറക്കിയിട്ടുണ്ട്. വളരെയധികം റെയറായിട്ടുള്ള കറൻസിയാണ് ഗൾഫ് ഇഷ്യൂ കറൻസി എന്ന് പറയുന്നത്. അത് 100 രൂപ, 10 രൂപ, 5 രൂപ, 1 രൂപ നോട്ടുകളാണ്. അതിൽ 100 രൂപ പച്ച കളറും മറ്റ് 1, 5, 10 രൂപ നാണയങ്ങൾ, കറൻസികൾ ചുവന്ന നിറത്തിലുമാണ് അടിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിൽ അതിന് വാല്യൂ ഉണ്ടായിരുന്നില്ല. UAE-യിൽ മാത്രമാണ് അത്. UAE ഗൾഫ് നാടുകളിൽ, അത് ബഹ്റിൻ അതുപോലത്തെയുള്ള രാജ്യങ്ങളിലൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. അവിടെ മാത്രമേ അതിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. അത് ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ അത് ബോംബെയിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ റിസർവ് ബാങ്കിൽ അല്ലെങ്കിൽ SBI അവിടുത്തെ ഒരു പ്രത്യേക കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് മാറ്റിയാൽ മാത്രമേ അത് നമ്മുടെ ഇന്ത്യൻ നോട്ടായിട്ട് മാറാൻ പറ്റുമായിരുന്നു. ഈ കറൻസികൾ ഒരുപാട് ഇന്ന് വളരെയധികം ഡിമാൻഡുള്ള ഒരു കറൻസിയാണത്. ആ സീരീസ് നോക്കുമ്പോൾ അതിൽ 100-ൻ്റെയാണ് ഏറ്റവും വില കൂടിയത്. പിന്നെ 5-ൻ്റെയാണ് ഡിമാൻഡുള്ളത്. എൻ്റെ കളക്ഷനിൽ 100-ഉം 1-ഉം 10-ഉം ഉണ്ട്. അതിൽ 5 മാത്രമാണ് മിസ്സിംഗ് ഉള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ അത് എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. കോയിൻസിനെ പറ്റി മാത്രം ആലോചിച്ച കാരണം കോയിൻസ് മാത്രമേ എടുത്തുള്ളൂ. കോയിൻസുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് UAE-യിൽ ഉപയോഗിക്കുന്ന സർക്കുലേറ്റിംഗ് കോയിൻസുകൾ 1 ദിർഹം,
50 ഫിൽസ്, 25 ഫിൽസ്, 10 ഫിൽസ്, 5 ഫിൽസ്, അതുപോലെ ഒരു ഫില്ലാണ് ഏറ്റവും ചെറുത്. അത് അവിടെ അധികം ഉപയോഗിക്കാറില്ല. നമ്മൾക്ക് അറിയാലോ, നമ്മുടെ മൂല്യം അതിനത്രയും കുറവായതുകൊണ്ട് അതിനൊരു വിനിമയ മൂല്യം ഇല്ല. പക്ഷേ കളക്ടേഴ്സിൻ്റെ ഇടയിൽ ഡിമാൻഡുള്ളൊരു കോയിനാണ് ഒരു ഫില്ലിൻ്റെ നാണയം. അതാണ് അവിടുത്തെ ഏറ്റവും ചെറിയ നാണയം. അത് അവർ ഉപയോഗിച്ച് തുടങ്ങിയത് 1973 മുതലാണ്. അവർക്ക് സ്വാതന്ത്ര്യം, അവർ എമിറേറ്റുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു രാജ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരൊരു യൂണിഫോമായിട്ടൊരു കറൻസി ദിർഹം എന്ന പേരിലാണ് അവർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അതുവരെ നമ്മുടെ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനു മുമ്പ് കുറച്ചു കാലം 1966, 73 വരെ അവർ ഖത്തറൻ ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു കോയിൻസ് അടിച്ചിട്ടുണ്ട്. ദുബായും ഖത്തറും ചേർന്നിട്ട് ഒരു കറൻസി, ഒരു നാണയ വ്യവസ്ഥ അവരുണ്ടാക്കിയിട്ട് ആ നാണയങ്ങൾ അവിടെ പല എമിറേറ്റുകളിലും ആ കറൻസി ഉപയോഗിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി കുറച്ച് കാലം അടിച്ചതുകൊണ്ട് ആ നാണയങ്ങളും ഇന്ന് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ നാണയങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ UAE കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഈ നാണയങ്ങൾ ഇന്ത്യയിൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം ആ നാണയങ്ങളൊക്കെ അത്രയും കാലങ്ങളായിട്ട് നമുക്ക് അവിടെ അവരുമായിട്ടുള്ളൊരു പോക്ക് വരവ് ഉള്ളതുകൊണ്ട് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത്തരം ഈ UAE-യുടെ എന്താ പറയുക ഖത്തറൻ ദുബായ് നാണയങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് കേരളത്തിലാണ്. അതുപോലെ മറ്റ് ബോംബെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ നാണയങ്ങൾ വളരെയധികം കാണാറുണ്ട്. അവിടെ അത് വളരെ ഡിമാൻഡുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മളും ഇവിടെയും അതിന് വില കൂടിക്കൂടി വരുന്നുണ്ട്. ഈ നാണയങ്ങൾ പിന്നെ അതിനുശേഷം അവർ ഒരു കൊമമറേറ്റീവ് കോയിൻസിൻ്റെ ഒരു വ്യവസ്ഥ വരുന്നത് 1980-ക്ക് ശേഷമാണ്. അവർ ആദ്യമായിട്ട് 5 ദിർഹത്തിൻ്റെ കോയിനാണ് കൊമമറേറ്റീവായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അത് സർക്കുലേറ്റിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായ അവിടുത്തെ ഫാൽക്കൻ, അവരുടെ ദേശീയ പക്ഷിയായ ഫാൽക്കൻ്റെ പടം വെച്ചിട്ടുള്ളൊരു നാണയമാണ് അവരടിച്ചത്. അതിനുശേഷം ഒരു 1 ദിർഹം, അവർ പഴയ 1 ദിർഹം പുതിയ 1 ദിർഹം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൈസിൽ വ്യത്യാസമുണ്ട്. ആ നാണയങ്ങൾ, ഈ വലിയ നാണയങ്ങൾ 4 എണ്ണമാണ് കൊമമറേറ്റീവ് ഇറക്കിയത്. അത് ചെസ്സിനെ പറ്റിയിട്ട്, ചെസ്സ് ഒളിമ്പ്യാഡ്, അതുപോലെ ഒരു ഫുട്ബോള് ഒരു ടൂർണമെൻറ്റ് ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് വേൾഡ് കപ്പിൻ്റെ ഒരു എംബ്ലം അവർ ജയിച്ചതല്ല, പിന്നെ അവരുടെ ഓയിൽ ഷിപ്മെൻറ്റ്, ഫസ്റ്റ് ഓയിൽ ഷിപ്മെൻറ്റിനെ പറ്റിയിട്ട്, പിന്നെ അവർ കോളേജുകളെ പറ്റിയിട്ട്, അങ്ങനെ 4 എണ്ണമാണ് അവർ വലിയ കോയിൻസുകൾ ഇറക്കിയിട്ടുള്ളത്. അതിനുശേഷം അവർ വന്നിട്ടുള്ളത് 1998 മുതൽ 98 ചെറിയ നാണയങ്ങൾ ചെറുതാക്കി വലുപ്പത്തിൽ അതിന് പകുതി വലുപ്പത്തിലേക്ക് ഇറക്കി. 11-12 ഗ്രാം ഉണ്ടായിരുന്നത് പോയിട്ട് അത് 6.5 ഗ്രാമിലേക്ക് നാണയം വന്നു. കൈകാര്യം ചെയ്യാൻ എളുപ്പമായതുകൊണ്ട്, അതുപോലെ തന്നെ കൂടുതൽ അവിടെ ഇഷ്ടംപോലെ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, അവിടെ ഒരു 1 ദിർഹവും 50 ഫിൽസും വളരെയധികം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നൊരു സ്ഥലമായിരുന്നു ആ ഒരു കാലത്ത്. അവിടെ ഈ 50 ഫിൽസിന് 50 ഫിൽസ് നമ്മൾ പറയുമെങ്കിലും അവർ ആട്ടണ എന്ന് അവർ പറയാറുണ്ട്. ശരിയാണല്ലോ അല്ലേ? ആട്ടണ. അപ്പോൾ നമ്മൾ അണ അവിടെ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു ഇതാണ്, ബ്രിട്ടീഷ് നാണയങ്ങളോട് ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു ഇതാണ് അണ എന്നാണ് അവർ പറയാറ്. ആട്ടണ, ചാറണ എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ ആ നാണയങ്ങൾ സത്യത്തിൽ എന്താ പറയുക, 2 രീതിയിൽ അവർ ഇറക്കിയിട്ടുണ്ട്. അത് ആദ്യം വലിയ രൂപത്തിലിറക്കി, പിന്നെ 1 ദിർഹം ചെറുതാക്കി, പിന്നെ അതിന് ശേഷം അതിൻ്റെ മെറ്റലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കോപ്പർ നിക്കൽ ആയിരുന്നു 1 ദിർഹമൊക്കെ ഇറക്കിയിരുന്നത്. പിന്നെ അത് മാറിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറി. കാരണം മെറ്റലിൻ്റെ വാല്യൂ കൂടുകയും പൊതുവെ നമ്മളൊക്കെ സംഭവിച്ചത് തന്നെ, നമ്മുടെ ഇന്ത്യൻ നാണയങ്ങളുടെയൊക്കെ സ്ഥിതി തന്നെയാണ്. വാല്യൂ കുറയുന്നതനുസരിച്ച് അവർ ചീപ്പായിട്ടുള്ള മെറ്റലിലേക്ക് മാറി. അവർ കാന്തം പിടിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങളാണ് അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ നാണയങ്ങളും അതിലേക്ക് മാറി. അവർ ചെറിയ ഡിനോമിനേഷൻ നാണയങ്ങൾ ഉപയോഗിക്കാറില്ലെങ്കിലും അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള നാണയങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റേ കോപ്പർ പ്ലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങളാണ് 5, 10 ഫിൽസ് ഒക്കെ ഉള്ളത്. ഒരു ഫില്ലും മാറിയതാണ് എനിക്ക് തോന്നുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. അതാണോ മാറിയിട്ടുണ്ടോ? 1 ഫിൽ അത് കോപ്പർ, അത് സ്റ്റീലാണോ? കോപ്പർ നിക്കലാണ് അല്ലേ? ബാക്കിയൊക്കെ ഒരു സ്റ്റീലിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള അവരുടെ നാണയങ്ങളുടെ നമ്മളറിയാം, നമ്മുടെ ഇന്ത്യൻ നാണയങ്ങൾ കൊമമറേറ്റീവ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ 1000 വർഷം പഴക്കമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ബന്ധപ്പെട്ടിട്ട് നമ്മൾ നാണയം ഇറക്കിയിട്ടുണ്ട്. 1000 ബൃഹദേശ്വര ടെമ്പിളിന് നാണയം അടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് 1000 വർഷത്തിൻ്റെയും ഒന്നും ചരിത്രമൊന്നും അവരുടെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അവരുടെ നാണയങ്ങളിലൊന്നും കാണാനില്ല. അവർ ഏറ്റവും പഴക്കം ഒരു 75 വർഷം പഴക്കമുള്ള 75ാം വാർഷികം ആയിട്ട് അവരുടെ ഷാർജ എയർപോർട്ടിൻ്റെ ഒരു നാണയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയിരുന്നു. അത്
ഇയർ എനിക്ക് അത്ര ഓർമ്മയില്ല, എന്നാലും ആ നാണയം ചെറിയ സൈസിലാണ് ഇറക്കിയിട്ടുള്ളത്. അതാണ് അവർ ഏറ്റവും പഴക്കമുള്ള അവരുടെ വാർഷികം പറയുന്നത്, 75-ാം വാർഷികം. നമ്മളൊക്കെ എപ്പോഴും 1000, 900, 800 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിനോമിനേഷനിൽ ഇറക്കുമ്പോൾ അതൊക്കെ അത്രയും പഴക്കമുള്ള ഒരു ഹിസ്റ്ററി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ UAE അതുമാതിരി വലിയ ചരിത്രങ്ങളൊന്നും അവർ അവകാശപ്പെടുന്നില്ല. പക്ഷെ അവർക്ക് നല്ല ചരിത്രമുണ്ട്. കാരണം ഒരു കാലത്ത് അവിടെ വലിയ ബിസിനസ് ട്രേഡ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, അതിന് മുമ്പ് ഓട്ടോമൻ അമ്പയർമാരുടെ കീഴിലായിരുന്നു തോന്നുന്നു അതൊക്കെ. അത് ഞാനത് വേണമെങ്കിൽ അത് അങ്ങനെ ചരിത്രം അറിയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അവരുടെ 3000 വർഷത്തെ ചരിത്രം അവർ അവകാശപ്പെടുന്നുണ്ട് സത്യത്തിൽ. പക്ഷെ അവരൊക്കെ ഈ കച്ചവടമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാടായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു ആളുകളായിരുന്നു. കപ്പൽ മാർഗം ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെയാണ് അവർ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ പോർട്ട് അതുമാതിരി തന്നെ വലിയ പ്രാധാന്യമുള്ള പോർട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ. ആ നാണയങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഏരിയയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ബിസിനസ് ഏരിയ എന്നുള്ള എനിക്ക് അത് യൂറോപ്യൻസ് അത് കീഴ്പ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പോർച്ചുഗീസുകാർ അവരുടെ കയ്യിൽ 16ാം സെഞ്ച്വറി 16th സെഞ്ച്വറിയിലാണ് പോർച്ചുഗീസുകാർ അത് അവിടേക്ക് വരുന്നത്. പിന്നെ അതിനുശേഷം ഒമാൻ അവിടെ റൂൾ ചെയ്തിട്ടുണ്ട്, ഒമാനികൾ അവിടെ ഭരിച്ചിട്ടുണ്ട്. അവിടെ ഇസ്ലാം മതം ആണല്ലോ, അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറബ്സ് ഇസ്ലാം മതവിശ്വാസികളാണ്. ഇസ്ലാം മതം അവിടെ വരുന്നത് 7th സെഞ്ച്വറിയിലാണ്. അതിനുശേഷം പിന്നെ പോർച്ചുഗീസുകാർ 16th സെഞ്ച്വറിയിൽ വരുന്നുണ്ട്. പിന്നെ ഒമാൻ റൂളാണുള്ളത്. പിന്നെ അതിനുശേഷം ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുന്ന 1892 മുതൽ 1971 വരെ ബ്രിട്ടീഷുകാരെ കൺട്രോളിലായിരുന്നു. അവിടുത്തെ ഇൻഡസ്ട്രി അറിയാലോ. ഇപ്പോൾ അവിടെ ഇപ്പം അത്ര വലിയ റിസോഴ്സ് ഓയിലിൻ്റെ അവർക്ക് അവകാശപ്പെടാനില്ല. എങ്കിലും ഓയിലിലൂടെ തന്നെയാണ് അവർ സമ്പന്നമായ രാഷ്ട്രമായി മാറിയത്. അബുദാബിക്ക് ഇപ്പോഴും നല്ലൊരു ഇതുണ്ട്. ദുബായ് ശരിക്കും ഒരു വ്യവസായ കേന്ദ്രമാണ്. നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളി നടന്നത്, ഇന്ത്യ ഇപ്പോൾ ജയിച്ചില്ല ഒരു ടൂർണമെൻറ്റ്, 1 ഡേ ടൂർണമെൻറ്റ് ചാമ്പ്യൻസ് ട്രോഫി ജയിച്ച് ദുബായിലാണ് അവർ ആ ടൂർണമെൻറ്റ് നടത്തിയത്. അതൊരു ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി ഭാഗമായിട്ടാണ് അവരവിടെ ദുബായിനെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം അറിയാം, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ, ഈ പ്രത്യേകിച്ച് ഗുജറാത്തികളൊക്കെ വലിയ ബിസിനസ്സുകാരൊക്കെ അവരുടെയൊക്കെ ആസ്ഥാനം ശരിക്കും അവിടെ ദുബായിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ദുബായി അവർക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ബിസിനസ്, ക്രിക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു കോടികൾ ഒഴുകുന്നൊരു ബിസിനസ് ആയതുകൊണ്ട് അവർ ആ ദുബായിക്ക് പ്രാധാന്യമുണ്ട്. നല്ലൊരു സ്റ്റേഡിയം ഉണ്ട് അവിടെ മാത്രം കളിച്ചുകൊണ്ട് ഇന്ത്യക്കൊരു ചാമ്പ്യൻസ് ട്രോഫി കിട്ടുകയും ചെയ്തു. അത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതിനു മുമ്പ് അവർക്ക് പണ്ട് ഷാർജ വലിയൊരു നല്ലൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടായിരുന്നു അവർക്ക്. എപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ, വാശിയേറിയ മത്സരങ്ങൾ നടന്നിരുന്നൊരു സ്ഥലമായിരുന്നു ഷാർജ. ഇന്ന് ആ സ്റ്റേഡിയം ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടോ? അവിടെ ഉണ്ട്, എപ്പോഴും ഉണ്ടല്ലേ? പക്ഷെ കളിയില്ലേ? പക്ഷെ ഒരു കാലത്ത് അവിടുത്തെ കളികളൊക്കെ വളരെയധികം നമ്മളെല്ലാവരും ഓർമ്മയിലുണ്ടാവും. പ്രത്യേകിച്ച് 80കളിലും 90കളിലൊക്കെ ഷാർജയ്ക്ക് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഒരുപാട് മത്സരങ്ങൾ, അതായത് എല്ലാ രാജ്യങ്ങളെയും വലിയ രാജ്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏഷ്യ കപ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ തെണ്ടുൽക്കറുടെയൊക്കെ ഒരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഇന്നിങ്സുകളൊക്കെ വന്നിട്ടുള്ളൊരു എന്താ പറയുക, ഡെസർട്ട് സ്റ്റോം എന്ന് പറയുന്നൊരു പ്രത്യേക ഒരു ഇന്നിങ്സ് അവിടെ വരികയും ആ സ്റ്റോമിന് ശേഷം തെണ്ടുൽക്കറും ഒരു ഗംഭീര ഇന്നിങ്സ് കളിച്ച് ഇന്ത്യ ചാമ്പ്യനായിട്ടുള്ളൊരു സ്ഥലമാണ് ഓസ്ട്രേലിയയിൽ കളിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് ദുബായ് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുപോലെ നാണയങ്ങളും എനിക്ക് തോന്നുന്നു എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും UAE നാണയങ്ങൾ എന്നാണ് തോന്നുന്നത്. ഈ ഫോറിൻ നാണയങ്ങൾ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെയും UAE നാണയങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സിൽവർ കോയിൻസ് എൻ്റെ കളക്ഷനിൽ ഒരു 10-20 എണ്ണം 50 ദിർഹത്തിൻ്റെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി അവർ 100 ദിർഹത്തിൻ്റെ ഒരു 2 കോയിൻസ് കയ്യിലുണ്ട്. ഗോൾഡ് കോയിൻസിലേക്കൊന്നും കടന്നിട്ടില്ല, അതൊക്കെ വലിയ കോസ്റ്റ്ലി ആയ കാരണം അതിനെപ്പറ്റി ആലോചിച്ചില്ല. നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചേട്ടൻ്റെ കയ്യിൽ ഒരു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗൾഫിൽ നിന്ന് പോന്നപ്പോൾ അതൊക്കെ ഒഴിവാക്കി എന്നാണ് പറഞ്ഞതിനോട്. അതെ, 40 ഗ്രാമിൻ്റെ പ്യുവർ സിൽവർ കോയിൻസുകളാണ് അവർ ഇറക്കാറ്. 60 അല്ലേ? 60-80 ഉണ്ടോയെന്ന് സംശയമുണ്ട് ചിലത്. 60 60 ഗ്രാമിൻ്റെ ആണ് 100. അതെ, 99% സിൽവറാണ് അവരുടെ കോയിൻസുകൾ അധികം.
കാരണം അവർക്കിപ്പോൾ അത് അങ്ങനെ വിഷയമുള്ള കാര്യമില്ല. പക്ഷെ അവർ വളരെ ലിമിറ്റഡ് ആണ്. കാരണം 3000 കോയിൻസൊക്കെ അവർ അടിക്കണല്ലോ ഈ കൊമമറേറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ലക്ഷങ്ങൾ അടിക്കുമ്പോൾ അവർ 3000 പീസ് തുടക്കത്തിൽ തന്നെ അടിക്കും. അല്ലാണ്ട് നമ്മൾ പറയുന്ന മാതിരി ഇങ്ങനെ ഇഷ്യൂ ചെയ്തിട്ട് ആൾക്കാർ അതിന് ഓർഡർ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയൊന്നും അവർക്കില്ല. അവരൊരു ലിമിറ്റഡായിട്ട് ഇറക്കും. അത് 3000 ചിലപ്പോൾ 5000 അതിൻ്റെ മേലെ ഒന്നും പോയിട്ടില്ല. പിന്നെ ഷെയ്ഖ് സാദിൻ്റെ നാണയം എനിക്ക് തോന്നുന്നു 10000 മേലെ അടിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അത് കാരണം അതിൻ്റെ ഡിമാൻഡും കുറവാണ്. പക്ഷെ വലിയ സൈസുള്ള നല്ല ഭംഗിയുള്ളൊരു നാണയമാണ്. അദ്ദേഹത്തിൻ്റെ 100ാം വാർഷികത്തിന് ജന്മദിനത്തിന് ആണെന്നാണ് ഇറക്കിയിട്ടുള്ളത്. 1 ദർഹത്തിൻ്റെ കോയിൻ ഇറക്കിയിട്ടുണ്ട്, 100 ദർഹത്തിൻ്റെ കോയിൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഈ കൊമമറേറ്റീവ് കോയിൻസ് 1 ദർഹം കോയിൻസും പൊതുവെ ഇപ്പോൾ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്നൊരു നാണയമാണ്. 1 ദർഹം ഈ 37 ചെറിയ ദർഹംസാണുള്ളത്. അതിൽ ഫുൾ സെറ്റായിട്ട് കിട്ടണമെങ്കിൽ ഇത്തിരി ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പല നാണയങ്ങൾക്കും പല വിലയാണ് കാണുന്നത്. പണ്ടൊക്കെ 50 രൂപയ്ക്കും അതിന് താഴെയൊക്കെ 20 രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് തന്നെ ഇപ്പോൾ 24 രൂപ വരെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നാണയങ്ങളൊക്കെ ഒരു കളക്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വാല്യുവേഷൻ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നമ്മൾ വിചാരിക്കും ഗൾഫ് നാണയങ്ങൾക്ക് അത്ര വലിയ വില ഇതുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും കാലക്രമേണ അതിന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരൊന്നും അധികം ഈ 2 ലക്ഷം 3 ലക്ഷം കോയിൻസ് അടിക്കാറുള്ളൂ ഈ കൊമമറേറ്റീവ് കോയിൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടെ ഈ ഫോറിനേഴ്സ് ഇഷ്ടം പോലെ വരുന്ന സ്ഥലമായതുകൊണ്ട് ഈ അവർ സെറ്റായിട്ട് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അവിടെ കടകളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിന് നല്ല അവരത് പറയുന്ന വിലയ്ക്ക് വാങ്ങിച്ചു പോകും. അതുകൊണ്ട് നല്ല ഡിമാൻഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ ദർഹത്തിൻ്റെ കോയിൻസ് ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങിക്കുമ്പോൾ കൊമമറേറ്റീവ് ഒരു 1000 എണ്ണത്തിലൊരു 100 എണ്ണം കിട്ടുമെങ്കിൽ, അല്ല ഒരു 10-20 എണ്ണം കിട്ടുമെങ്കിൽ ഇന്ന് ഒരെണ്ണം കിട്ടിയ ഭാഗ്യമാണ്. അതുപോലെ ആൾക്കാരെ അതിലൊക്കെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. അതിന് നല്ലൊരു കാരണം ഒരു കളക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന് വാല്യുവേഷൻ കൂടുന്നത് എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. UAE നാണയങ്ങളെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇത്രയെങ്കിൽ പറയാനുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ആണ് ഖത്തറൻ ദുബായ് എന്ന് പറഞ്ഞിട്ട് നാണയം 2 കൂട്ടരും കൂട്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. ആ സീരീസിൽ ആ കോയിൻസിൻ്റെ പേര് 1 ദർഹം, 5 ദർഹം, 10 ദർഹം, 25 ദർഹം, 50 ദർഹം എന്നാണ്. അത് ദുബായ് അത് ഒഴിവാക്കി. ആ പേര് ഇത് ഖത്തറും ദുബായും തമ്മിൽ UAE തമ്മിൽ വ്യത്യാസത്തിൽ UAE-ത്തെ കറൻസി ദർഹമാണ്, ഖത്തറിലത്തെ റിയാലാണ്. പക്ഷെ അവരുടെ ഖത്തറിന്റെ കോയിൻ ദർഹമാണ്. അതിൽ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ചില ആളുകൾ അത് 50 ദർഹം എന്ന് കാണുമ്പോൾ UAE ദർഹത്തിന്റെ വാല്യൂ കണ്ടിട്ട് ഇത് വലിയ വിലയുള്ളതാണല്ലോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളതിന് 5 രൂപ 10 രൂപയ്ക്കുള്ളതെന്ന് പറയുമ്പോൾ അത് പറ്റിക്കാനിരിക്കുക എന്നുള്ളൊരു ആൾക്കാരെ മനസ്സിൽ വരും. പക്ഷെ സത്യത്തിൽ അതിന് വിലയില്ല. റിയാൽ, ഖത്തറിൻ്റെ കറൻസി റിയാലും അവരുടെ കോയിൻ ദർഹമാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഖത്തർ ആ സീരീസ് തന്നെ ഫോളോ ചെയ്തു. പക്ഷെ അവരുടെ ഒരു അവിടുത്തെ ഒരു മാൻ്റെ പടമുള്ളത്, മാൻ്റെ പേര് എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ആ മാൻ്റെ പടം വെച്ചിട്ടാണ് അവർ 5 കോയിൻസ് ഇറക്കിയത്. ഈ 5 കോയിൻസും പല സൈസിലുള്ളതാണ്. 3 കോയിൻസ് കോപ്പർ ബ്രോൺസും 2 കോപ്പർ നിക്കലും. ഇത് രണ്ടും ഈ 5 കോയിൻസും മാൻ്റെ പടം വെച്ചിട്ടാണ്. അങ്ങനെ അത്ര 5 ഡിഫറെൻറ്റ് കോയിൻസ് അങ്ങനെ ഇറക്കണവർ വളരെ അപൂർവമാണെന്ന് തോന്നുന്നു. അതെ. അത് പക്ഷെ അത് മാതിരി ഖത്തറിൻ്റെ ദുബായിൻ്റെ കറൻസി വളരെ വില കൂടിയ ഒന്നാണ്. വളരെ കിട്ടാൻ എളുപ്പമല്ല. ആണല്ലേ? 25-50 ഏറ്റവും വില കൂട്ടിയെന്ന് പറഞ്ഞു. എൻ്റെ കളക്ഷനിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു റിയാലിനെ കൊണ്ട് മാത്രമോ. ഏതാ? ഇല്ല, മറ്റൊന്നുമില്ല. 100 ഇറക്കിയിട്ടുണ്ട്. 100 ഇല്ലേ? അല്ല, അത് പറയണ പോലെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ 100 ഉണ്ടല്ലേ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്.